രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്ത കൂടുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. പകൽ ഓഫീസിലെ ജോലി, വീട്ടിലെ ജോലി, കുട്ടികളുമായിട്ടുള്ള ഇടപെടൽ, പിന്നെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ റിലേഷൻഷിപ്പ്, ഫിനാൻഷ്യൽ സ്ട്രെസ്സ്, ഇങ്ങനെ പല കാര്യങ്ങളിൽ നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ ഓട്ടത്തിലായിരിക്കും അല്ലേ? അപ്പോൾ ഇതൊന്നും പ്രശ്നമില്ല. പക്ഷെ നമ്മൾ രാത്രിയിൽ കട്ടിലേ കിടന്നു കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങും നമ്മുടെ മനസ്സ് ഓവർ തിങ്ക് ചെയ്യാൻ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? പകൽ മുഴുവൻ നിങ്ങൾ നല്ല തിരക്കിലായിരിക്കും ഇല്ലേ? ഓഫീസിലെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, ഫോൺ വിളി, ഇമെയിൽസ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രെസ്സ്, റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങൾ, ഇതുകൊണ്ടെല്ലാം നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും. പക്ഷേ ഈ ബിസി ഷെഡ്യൂൾ കഴിഞ്ഞ് ഭയങ്കരമായിട്ടൊന്ന് റെസ്റ്റ് എടുക്കണമെന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ എപ്പോഴാണോ കട്ടിലിൽ വന്ന് കിടക്കുന്നത് അപ്പോൾ തുടങ്ങും ചിന്തിക്കാൻ, മനസ്സ് ഓടാൻ തുടങ്ങും. എന്താണ് എനിക്ക് അങ്ങനെ സംഭവിച്ചത്? എൻ്റെ ഭാവി സുരക്ഷിതമാണോ? എൻ്റെ ജോലി സുരക്ഷിതമാണോ? എൻ്റെ മക്കളെ ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾ രാത്രി ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ തലച്ചോറിനൊരു പ്രത്യേക സംവിധാനമുണ്ട്. അതിൻ്റെ പേരാണ് ഡീഫോൾട്ട് മോഡ് നെറ്റ്വർക്ക്. ഇതെന്താണെന്നറിയാവോ? നിങ്ങളിപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, ടി വി കാണുന്നു, അല്ലെങ്കിൽ ഒരാളുമായിട്ട് സംസാരിക്കുന്നു, ഓഫീസിലെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു. ഈ സമയത്തൊന്നും നിങ്ങളുടെ DMN വർക്കിംഗ് ആവത്തില്ല. നിങ്ങൾ പുറത്തുനിന്നുള്ള എല്ലാ ശബ്ദങ്ങളും കുറഞ്ഞ് എപ്പോഴാണോ കട്ടിലിൽ ഉറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നത് ആ സമയത്ത് ഈ DMN ആക്ടിവേറ്റ് ആവാൻ തുടങ്ങും. നിങ്ങളോട് തന്നെ സംസാരിക്കും. പഴയ കാര്യങ്ങളെക്കുറിച്ച്, പണ്ട് നടന്ന ഇമോഷണൽ ട്രോമാസ്, അല്ലെങ്കിൽ പേരൻറ്റിങ്ങിലുണ്ടായ കുറേ പ്രശ്നങ്ങൾ, നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ബ്രെയിനിൽ നിന്ന് നിങ്ങളോട് മെസ്സേജായിട്ട് വന്ന് നിങ്ങളുടെ ചിന്തയെ ദുഃഖിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇത് ബ്രെയിനിൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ നിങ്ങൾ സ്ട്രെസ് കൂടുതലായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ, ആങ്സൈറ്റി കൂടുതലായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആവും ഈ DMN കാരണം. അപ്പോൾ ഇത് രണ്ടും, ഈ DMN-ഉം സിമ്പതറ്റിക് നെർവസ് സിസ്റ്റവും കൂടി പ്രവർത്തിച്ച് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഉറങ്ങാൻ പറ്റാതാവുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള സൈക്കോളജി എന്താണെന്നറിയാവോ? അതായത് പകൽ മൊത്തം നിങ്ങൾ ഭയങ്കര ബിസിയാണ് അല്ലേ? നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ നെഞ്ചിൽ സ്ട്രെസ്സ് കാണും, ആങ്സൈറ്റി കാണും, പഴയ ഇമോഷണൽ ട്രോമ കാണും, ഭയങ്കര സങ്കടം കാണും, ദേഷ്യം കാണും, കോപം കാണും, അടക്കി വെച്ചിരിക്കുന്ന ഒരുപാട് വികാരങ്ങൾ കാണും, വിഷമങ്ങൾ കാണും. ഇതൊന്നും നിങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ ഒരു സമയം കൊടുക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിനെ കേൾക്കാനൊരവസരം നിങ്ങൾ കൊടുക്കുന്നില്ല. അപ്പോൾ എപ്പോഴാണോ നിങ്ങൾ ഇതൊരു റെസ്റ്റിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കട്ടിലിൽ കിടക്കുന്നത്, ആ സമയത്ത് ഈ ഒരു DMN എന്ന് പറയുന്ന സിസ്റ്റം ആക്ടിവേറ്റഡ് ആവുകയാണ്. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുകയാണ്, ഹലോ പ്ലീസ് എന്നെ ഒന്ന് കേൾക്കുവോ, എനിക്ക് കുറച്ച് ഹീലിംഗ് ആവശ്യമുണ്ട്, എനിക്ക് കുറച്ച് സമാധാനം വേണം, എനിക്ക് കുറച്ച് സന്തോഷം വേണം, നീ എന്നെ ഒന്ന് കേൾക്ക് എന്ന് പറയുകയാണ്. അപ്പോഴെന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ ചിന്ത കൂടുന്നു. നിങ്ങൾ അപ്പോഴാണ് ശരിക്കും നിങ്ങളുടെ മനസ്സിനെ കേൾക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് നിങ്ങൾ സ്ട്രെസ്സിലാണ്, നിങ്ങൾക്ക് അഡ്രിനാലിൻ കൂടിക്കൊണ്ടിരിക്കുക, നിങ്ങളുടെ കോർട്ടിസോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, നോർ അഡ്രിനാലിൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓവർ തിങ്കിങ്ങിലൂടെ, സ്ട്രെസ്സിലൂടെ ഉറക്കമില്ലായ്മ എന്ന പ്രശ്നത്തിലേക്ക് നിങ്ങൾ വഴുതി വീണുകൊണ്ടിരിക്കുകയാണ് എന്നൊരു സത്യം നിങ്ങൾക്ക് അപ്പോൾ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ടാണ് രാത്രി മാത്രം ചിന്ത കൂടുന്നതും നിങ്ങളൊരു ആക്ടിവേഷൻ മോഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതും ഒരു ഡേഞ്ചർ സോണിലേക്ക്, ഒരു ഡേഞ്ചർ മോഡിലേക്കും നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ബലഹീനതയല്ല, മറിച്ച് നിങ്ങളുടെ മൈൻഡ് എന്ന് പറയുന്നത് പ്രോസസ്സിങ് മോഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അതായത് പകൽ നടന്ന കാര്യങ്ങളെ മൊത്തവും പ്രോസസ്സ് ചെയ്യുന്ന ഒരു ആക്ടിവേഷൻ പ്രോസസ്സ് നടക്കുന്നത് രാത്രിയിൽ മാത്രമാണ്. അപ്പോഴേ ഫ്രീ ആയിട്ടുള്ളൊരു സമയം കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, രാത്രി മാത്രം ചിന്തകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റമാണ് ആക്ടിവേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതെന്താണ്? ഞാൻ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്താണെന്ന്. ആ വീഡിയോ കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ. ആക്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്ന സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിനെ ഹീല് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിന് സുഖകരമായ ഒരു അവസ്ഥയിലൂടെ പോയി നിങ്ങൾക്ക് സ്വസ്ഥമായും ശാന്തമായും മനസമാധാനമായും ഉറങ്ങാനായി സാധിക്കുകയുള്ളൂ. PNS ആക്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ബ്രെയിൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? ഇവളിപ്പോൾ സുരക്ഷിതമാണോ? അയ്യോ, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവൾ സേഫ് ആണോ? എന്നിങ്ങനെ ഒരു ആങ്സൈറ്റി ആയിരിക്കും എപ്പോഴും ബ്രെയിനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജ്. അങ്ങനെയുള്ളവരുടെ ഡീഫോൾട്ട് മോഡ് നെറ്റ്വർക്കും അതേപോലെ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റവും കൂടി ചേർന്ന് ഒരു സ്ട്രെസ്ഫുൾ മോഡിലേക്ക് അവരുടെ ബ്രെയിനെ മാറ്റും. ക്രമേണ അവർ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഒരു ലൂപ്പിലേക്ക് പോകും. അതല്ലേ എപ്പോഴും എല്ലാവരും പറയുന്നത് എന്താണ്? രാത്രി കിടക്കുമ്പോഴാണ് ഓവർ തിങ്കിങ് കൂടുന്നത്. അതിൻ്റെ കാരണം ഇതാണ്.
എപ്പോഴാണോ മനസ്സ് ഒന്ന് ശാന്തമാകുന്നത്, സ്വസ്ഥമാകുന്നത്, നേരം മാത്രമേ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടുള്ള ഉറക്കം സാധ്യമാകത്തുള്ളൂ. മനസ്സിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ചഞ്ചലമാണല്ലേ, ചപലതയാണ്. അതിങ്ങനെ ചാടി 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 പൊക്കോണ്ടേയിരിക്കും. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ എവിടെ വേണേലും പോകാം, എന്ത് വേണമെങ്കിലും ചിന്തിക്കാം. അപ്പോൾ ഇങ്ങനെ ചഞ്ചലമായിട്ടുള്ള മനസ്സിനെ നമ്മളുടെ അടുത്തേക്ക് പിടിച്ചു നിർത്തണമെങ്കിൽ എന്തു വേണം? നമുക്ക് കൃത്യമായ ഒരു പ്രാക്ടീസിലൂടെ, കൃത്യമായ ഒരു റൊട്ടീനിലൂടെ, ഒരു സിസ്റ്റം ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നോടൊപ്പം ഉള്ള സെഷൻസ് ബുക്ക് ചെയ്യാവുന്നതാണ്. എനിക്ക് വളരെ ക്ലിയറായിട്ട് തന്നെ ഒരു വ്യക്തിയെ അവരുടെ പ്രശ്നം മനസ്സിലാക്കി ഏതൊരു പ്രശ്നത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നതെന്നും ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും അവരെ ഒരു ഹാപ്പി മൂഡിലേക്ക് മാറ്റി അവരുടെ മനസ്സ് ട്രാൻസ്ഫോം ചെയ്ത് സ്വാഭാവികമായ ഉറക്കത്തിലേക്ക് കൊണ്ടുവരാനും എനിക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഫൈനലി നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ഉറങ്ങുമ്പോഴായാലും ശരി നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്ന കാര്യം നിങ്ങൾ അഡ്രസ്സ് ചെയ്യാതിരിക്കരുത്. ഒരിക്കലെങ്കിലും നിങ്ങളൊരു ഹീലിംഗ് ജേണിയിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ച് നിങ്ങൾക്കൊരു ഹാപ്പിനെസ് സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. സത്യത്തിൽ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? സന്തോഷമായി ജീവിക്കുക എന്നൊരു കാര്യം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഉണ്ടായിട്ടും നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിങ്ങളൊരു 6 മാസം, 1 വർഷം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താകുമെന്ന് നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ച് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഏതൊരവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ കേൾക്കുക, ഒരു ഹീലിംഗ് ജേണിയിലേക്ക് പോവുക. അങ്ങനെ ഉറക്കത്തിൻ്റെ പ്രശ്നവുമായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്, രാത്രിയിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഉറങ്ങാൻ പറ്റുന്നില്ല, ഈ ഓവർ തിങ്കിങ്, സ്ട്രെസ്, ആങ്സൈറ്റി ഇത് കാരണം നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യാം. വാട്സപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് ഇൻബോക്സ് ചെയ്യുക. നിങ്ങൾക്ക് കൺസൾട്ടേഷൻ വേണമെങ്കിൽ നിങ്ങൾ ഇൻബോക്സ് ചെയ്യുക. ഒപ്പം നിങ്ങൾക്കൊരു സ്ലീപ്പ് ക്ലാരിറ്റി റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യണം. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ indusleepclarity.com എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ചോദ്യങ്ങളുണ്ട്. നിങ്ങളുടെ ഇഷ്ടം ഏതാണോ അതനുസരിച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ആ റിപ്പോർട്ടുമായിട്ട് എൻ്റെ അടുത്ത് വരിക. ഐ വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു.